കിഴക്കൻ മലയോരത്തെ ജലം കുത്തിയൊഴുകുന്നത് അത് മധ്യകേരളത്തിൽ ഒപ്പം ആലപ്പുഴയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കുട്ടനാടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയായി മാറാറുണ്ട്. അതുകൊണ്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വഴി വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് മന്ത്രി എം ലിജു പറയുന്നത്. അതേസമയം തന്നെ പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്കിലെ ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, തോട്ടപ്പുഴശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ ആശങ്കയിൽ ഇപ്പോഴും തുടരുകയാണ്. അവിടെയെല്ലാം വെള്ളക്കെട്ട് വലിയ തോതിലുണ്ട്. ആശങ്ക വ്യക്തമാക്കുന്ന പ്രദേശത്തെ ആകാശ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നിതിൻ തോമസാണ് വിവരങ്ങളുമായി ചേർന്നത്. നിതിൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒട്ടേറെ കുടുംബങ്ങൾ, ഒട്ടേറെ വീടുകൾ ഒറ്റപ്പെട്ടു പോയതായി വ്യക്തമാകുന്നുണ്ട്. അവിടെ വൈദ്യുതി ബന്ധം ഇപ്പോഴുമുണ്ടോ? അവിടെയുള്ള ആളുകളെ പരിപൂർണമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ അവസാന മണിക്കൂറിൽ, ഇപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ ഏർപ്പെടുത്തുന്നത്? ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ആകാശ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തോട്ടപ്പുഴശ്ശേരി, അതുപോലെ തന്നെ ആറന്മുള, കോഴഞ്ചേരി താലൂക്കിൽ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ആ രണ്ട് പ്രദേശത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്ത് നിന്നും ആളുകളെ പരമാവധി അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും മറ്റ് സ്ഥാനങ്ങളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ അവിടെ നിന്നും ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. അതായത് ഒന്നാമത്തെ നിലയിൽ തന്നെ ഇരിക്കുകയും രണ്ടാമത്തെ നിലയിലേക്ക് വെള്ളം കയറില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുകയാണ്. അവരെയൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നിർബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഈ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പത്തനംതിട്ടയിലെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് ഒരു ആശങ്കയുടെ മണിക്കൂറുകൾ ഇപ്പോൾ ഒഴിഞ്ഞു വരികയാണ്. പക്ഷേ വളരെയധികം ജാഗ്രത വേണ്ട സമയമാണ്. കാരണം ഈ റാന്നി ഭാഗത്ത് ഒരു ഉച്ചയോടുകൂടി മഴ ശമിച്ചിരുന്നു. റെഡ് അലേർട്ട് ആയിരുന്നു. പക്ഷേ ഒരു 11 മണി സമയത്തോടു കൂടിയിട്ട് തന്നെ റാന്നി, വടശ്ശേരിക്കര, അതുപോലെ തന്നെ വനമേഖല പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ശമിച്ചിരുന്നു. മൂഴിയാർ ഡാമിലും ഒക്കെ തന്നെ റെഡ് അലേർട്ട് ആയിരുന്നു. എന്നാൽ അവിടെയും ഒരു 11 മണിയോട് കൂടിയിട്ട് മഴ ശമിച്ചിരുന്നു. മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടറാണ് നിലവിൽ തുറന്നു വെച്ചിരിക്കുന്നത്, 15 സെൻറ്റിമീറ്റർ. അതിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ ആറന്മുളയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ മുമ്പാണ് ആ വെള്ളം ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് തുറന്നു വിട്ടത്. ഏകദേശം 4 മണിക്കൂറാണ് ഇവിടേക്ക് ഒഴുകിയെത്താൻ എടുക്കുക. ആ ഒരു സമയം കൊണ്ടിട്ട് ആറന്മുളയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ആ സമയത്ത് വീണ്ടും ഒരു 2 അടിയോളം ആറന്മുള തോട്ടപ്പുഴശ്ശേരി ഭാഗത്ത് ഉയരുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. എന്നാൽ അത് വീണ്ടും ഇപ്പോൾ രാത്രിയോട് കൂടിയിട്ട് അത് തിരിച്ച് പിൻവലിഞ്ഞ് ആറ്റിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ആശങ്ക ഒഴിയുമ്പോഴും ജാഗ്രത വേണം. കാരണം ഇനി അങ്ങോട്ട് മഴ പെയ്യുമോ എന്നുള്ളതാണ് ആളുകളെ ഭയത്തിലേക്ക് തള്ളിവിടുന്നത്. കാരണം ഇനി മഴ പെയ്താൽ, ഇപ്പോൾ നിലവിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ തന്നെ നിൽക്കുന്നത് കാരണം ഇനി മഴ പെയ്താൽ ഈ വെള്ളപ്പൊക്കം രൂക്ഷമാവും. അതുകൊണ്ട് ആളുകളെല്ലാം ഭയങ്കര ജാഗ്രതയിലാണ്, അതിൻ്റെ ഒരു ഭയത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സേഫായ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം തീർച്ചയായിട്ടും നൽകി വരുന്നത്. എന്തായാലും ഇപ്പോൾ ആറന്മുള തോട്ടപ്പുഴശ്ശേരിയിൽ നിന്ന് ആറന്മുളയിൽ ഒരു പ്രതിസന്ധി ഉണ്ട്. അവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ അത് തുടരുകയാണ്.